എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാധാരണയായി നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കാറുള്ള 12 സ്ലാങ്സ് ആണ്. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് നോവൽ വായിക്കുമ്പോഴോ ഒരു ഇംഗ്ലീഷ് പ്രോഗ്രാം കാണുമ്പോഴോ ഒക്കെ ഇവ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ കാണും സ്ലാങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. പിന്നീട് നമ്മൾ കാണും ഒരു വാക്കിന്റെ ശരിയായിട്ടുള്ള അർത്ഥവും സ്ലാങ്ങിലുള്ള അർത്ഥവും. ഒരു കാര്യം കൂടെ പറയാമേ, ഒരു സ്ലാങ്ങിന് പല മീനിങ്സ് ഉണ്ടാകാറുണ്ട്. നമ്മളിവിടെ ഒരു പ്രത്യേക സെന്റൻസിൽ ആ സ്ലാങ്ങിന്റെ മീനിങ് എന്താണ് അതാണ് കാണുന്നത്. അപ്പോൾ പ്രയോജനമുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് അവസാനം വരെ കാണണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിൽ ക്ലിക്ക് ചെയ്ത് അതെന്നെ അറിയിക്കുമല്ലോ. ആദ്യം നമുക്ക് കാണാം ഈ സ്ലാങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. മലയാളത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം തന്നെ നമുക്ക് നോക്കാം. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് ആ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നെന്ന്. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അടിയും പൊളിയും ഇവയെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും വളരെ നല്ലത് എന്ന ഒരർത്ഥം വരില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇക്കാലത്ത് അടിപൊളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ നല്ലത് എന്നാണ്. ശരിയല്ലേ? കുറെ കാലം മുമ്പ് ആരും ചിന്തിച്ചു പോലും ഉണ്ടാവില്ല അടിപൊളിക്ക് ഇങ്ങനെ ഒരു അർത്ഥം വരുമെന്ന്. ഇങ്ങനെയുള്ള നാടൻ പ്രയോഗങ്ങൾക്കാണ് സ്ലാങ് എന്ന് പറയുന്നത്. അതായത് ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം വേറെയാണ്, പക്ഷേ നാട്ടുകാർ അതായത് നേറ്റീവ് സ്പീക്കേഴ്സ് അതിനെ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കും. ഇംഗ്ലീഷിലും ഇതുപോലെ ഒരുപാട് സ്ലാങ്സ് ഉണ്ട്. വാക്കിന്റെ ഡിക്ഷണറി അർത്ഥം ഒന്ന്, പക്ഷെ സ്ലാങ് മീനിങ് മറ്റൊന്നായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് സ്ലാങ് ക്ലാസ് അടിപൊളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾക്കറിയാമോ LIT ലിറ്റ് ലിറ്റ് എന്നുള്ള വാക്കിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണെന്ന്? വെളിച്ചമുള്ള, കത്തിച്ച എന്നൊക്കെയാണ് ഇതിന്റെ ശരിയായ അർത്ഥം. എ വെൽ ലിറ്റ് റൂം എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചമുള്ള മുറി. എന്നാൽ സ്ലാങ്ങിൽ അതിന് മീനിങ് വളരെ നല്ലത് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് എന്നൊക്കെയാണ്. അതായത് ദാറ്റ് പാർട്ടി ഈസ് ലിറ്റ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടി അടിപൊളിയാണ് എന്നാണ്. എന്നാൽ ഇതേ ലിറ്റിന് മറ്റൊരു സ്ലാങ് മീനിങ്ങും കൂടെയുണ്ട്. ഉദാഹരണത്തിന് ഹീ ഈസ് ലിറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പം നിങ്ങൾ തീരുമാനിക്കണം ഇതിലേതർത്ഥമാണ് എടുക്കേണ്ടതെന്ന്. ഇനി ഇതുപോലെ തന്നെ ഈ രണ്ടർത്ഥത്തിലും ഉപയോഗിക്കാവുന്ന മറ്റൊരു സ്ലാങ് ആണ് ഫയർ. ഫയറിന്റെ ശരിക്കുള്ള അർത്ഥം തീ ആണല്ലോ. ദാറ്റ് പാർട്ടി ഈസ് ഫയർ എന്ന് പറഞ്ഞാൽ അടിപൊളി പാർട്ടി എന്നാണ്. ലിറ്റ് പോലെ തന്നെ ഉപയോഗിക്കാം. ഇനി ഡെഡ് എന്നുള്ളതിന്റെ ശരിക്കുള്ള അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, മരിച്ച അല്ലെങ്കിൽ ജീവനില്ലാത്ത എന്നൊക്കെയാണല്ലോ. എന്നാൽ ഐ എം ഡെഡ് എന്നൊരാൾ നമുക്കൊരു മെസ്സേജ് അയച്ചാലോ, നമ്മൾ മനസ്സിലാക്കണം അയാൾ ഭയങ്കര തമാശയുള്ള എന്തോ മൂവിയോ മറ്റോ കണ്ടിട്ട് ചിരിച്ചു മണ്ണ് കപ്പിയിരിക്കുകയാണെന്ന്. ഐ ആം ഡെഡ്. ഇനി മറ്റൊരു വേർഡ് നോക്കാം, സ്നാച്ച്. സ്നാച്ചിന്റെ ശരിക്കുള്ള മീനിങ് തട്ടിയെടുക്കുക എന്നുള്ളതാണ്. മാല പൊട്ടിച്ചെടുത്ത് ഓടുന്ന ആളിന് പറയും ചെയിൻ സ്നാച്ചർ. എന്നാൽ യു ആർ ലുക്കിംഗ് സ്നാച്ച്ഡ് എന്ന് പറഞ്ഞാലോ, അതിന്റെ സ്ലാങ് മീനിങ് ആണ് നിങ്ങൾ നല്ല ഫാഷനബിൾ ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നന്നായി കാണപ്പെടുന്നു എന്നൊക്കെയാണ്. യു ആർ ലുക്കിംഗ് സ്നാച്ച്ഡ്. ഇനി ദാറ്റ് ഫിറ്റ് ഈസ് സ്നാച്ച്ഡ് എന്ന് പറഞ്ഞാലോ, അടുത്ത സ്ലാങ് വന്നു, ഫിറ്റ്. ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച അല്ലെങ്കിൽ ഹെൽതി എന്നൊക്കെയാണ് ഡിക്ഷണറി അർത്ഥം വരുന്നത്. എന്നാൽ ഇത് പലപ്പോഴും ഔട്ട്ഫിറ്റിന്റെ ഷോർട്ട് ഫോമായി ഉപയോഗിക്കാറുണ്ട്. ഫിറ്റ്, ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ പാന്റും ഷർട്ടും സ്കേർട്ടും ടോപ്പും ഇങ്ങനെ ജോഡിയായി നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണ്. അപ്പോൾ യുവർ ഫിറ്റ് ഈസ് സ്നാച്ച്ഡ് എന്ന് പറഞ്ഞാൽ നിന്റെ ഡ്രസ്സ് നല്ല ഫാഷനബിൾ ആണ് എന്ന് വരും. യുവർ ഫിറ്റ് ഈസ് സ്നാച്ച്ഡ്. ഇതുപോലെ രസകരമായ ഒരു വാക്കാണ് ബെയിൽ. സാധാരണ നമ്മൾ ബെയിൽ എന്ന് പറയുന്നത് ജാമ്യത്തിനാണ്. ഹി വാസ് റിലീസ്ഡ് ഓൺ ബെയിൽ എന്ന് പറഞ്ഞാൽ അയാളെ ജാമ്യത്തിൽ പുറത്തുവിട്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പൊ അതിൽ ഒരാൾ പറയാണ് ഹേ ഐ എം ഗോയിങ് ടു ബെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി പോവുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ബെയിലിന്റെ സ്ലാങ് മീനിങ് ഇവിടെ ഒരു പ്രോഗ്രാം പൂർത്തിയാക്കാതെ ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങുക എന്നാണ്. ഐ എം ഗോയിങ് ടു ബെയിൽ. ഒരു പക്ഷേ പുള്ളിക്കാരന് അടുത്ത ദിവസം പരീക്ഷ ഉണ്ടായിരിക്കും, ഒരുപാട് പഠിക്കാനുണ്ടാവും, അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. ഇനി വീൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, വണ്ടിയുടെ വീൽ. എന്നാൽ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് ഡു യു ഹാവ് വീൽസ് ടുഡേ
അപ്പോൾ അതിന്റെ അർത്ഥം ഇന്ന് നമ്മൾ കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ്. ഡു യു ഹാവ് വീൽസ് ടുഡേ? നമ്മുടെ വാഹനത്തിനാണ് ഇവിടെ വീൽസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നട്ടും ബോൾട്ടും സ്ക്രൂവും ഒക്കെ. അപ്പോൾ ഒരാൾ പറയുകയാണ് ഐ എം സോറി ഐ സ്ക്രൂഡ് അപ്പ്. എന്താപ്പ അയാൾ പറഞ്ഞത്? സ്ക്രൂ അപ്പ് എന്നതിന് ഇവിടെയുള്ള മീനിങ് മേക്ക് എ മിസ്റ്റേക്ക് എന്നാണ്. അപ്പോൾ ഐ എം സോറി ഐ സ്ക്രൂഡ് അപ്പ് എന്ന് പറഞ്ഞാൽ സോറി എൻ്റെ കയ്യിൽ നിന്നും തെറ്റുപറ്റി എന്നാണ്. ഇനി ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? ഹി ഈസ് സോൾട്ടി ബിക്കോസ് ഹിസ് മോം സ്കോൾഡഡ് ഹിം. സോൾട്ടി എന്ന് സാധാരണ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഉപ്പുള്ള എന്നാണ്. ദിസ് പിക്കിൾ ഇസ് സോൾട്ടി എന്ന് പറഞ്ഞാൽ ഈ അച്ചാറിന് ഉപ്പുള്ള അച്ചാറാണ്. എന്നാൽ സോൾട്ടിയുടെ സ്ലാങ് മീനിങ് വരും അപ്സെറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ദേഷ്യത്തിലായിരിക്കുന്നു. അപ്പോൾ ഹീസ് സോൾട്ടി ബിക്കോസ് ഹിസ് മോം സ്കോൾഡഡ് ഹിം എന്ന് പറഞ്ഞാൽ അവന്റെ അമ്മ അവനെ വഴക്ക് പറഞ്ഞതുകൊണ്ട് അവൻ ദേഷ്യത്തിലാണ് എന്നാണ്. ഹീസ് സോൾട്ടി. എന്നാൽ ഭയങ്കര സങ്കടത്തിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ പറയും ഫീലിംഗ് ബ്ലൂ എന്ന്. ഐ ഫീൽ ബ്ലൂ എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് എന്നാണ്. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പം പറയും ഐ ഫീൽ ബ്ലൂ. ഇനി ചില ആളുകളുണ്ട് ഒരു ജോലിയും ചെയ്യത്തില്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സോഫയിൽ ചടഞ്ഞിരിക്കും. അങ്ങനെയുള്ളവരെ വിശേഷിപ്പിക്കുക കൗച്ച് പൊട്ടേറ്റോ എന്നാണ്. ഹീസ് എ കൗച്ച് പൊട്ടേറ്റോ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കുഴിമടിയനാണ്. എന്നാൽ നേരെ മറിച്ച് ചിലർ അവരുടെ ഫീൽഡിൽ വളരെയധികം പ്രാവീണ്യം കാണിക്കുന്നവരായിരിക്കും, സ്പോർട്സിലൊക്കെ. അങ്ങനെയുള്ളവരെ പറ്റി അവരുടെ ഫാൻസ് പറയും GOAT, ഗോട്ട്. ശ്രദ്ധിക്കണേ, എല്ലാ അക്ഷരവും ഇവിടെ ക്യാപിറ്റലിലാണ്. സാധാരണ നമ്മൾ GOAT, ഗോട്ട്, ഇത് നമ്മൾ ആടിനെയാണ് പറയുന്നത്. എന്നാൽ ഹീ ഈസ് ദ ഗോട്ട് എന്ന് പറഞ്ഞാലോ ആടുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല. ഹീ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്നാണ് ഇതിന്റെ അർത്ഥം. എല്ലാ കാലത്തും മഹാനായിട്ടുള്ള വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ GOAT എന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഓരോ വാക്കിലെയും ആദ്യത്തെ ലെറ്റർ ചേർത്തുണ്ടാക്കിയ വാക്കാണ്. ഇങ്ങനെ വാക്കുകൾ ഉണ്ടാക്കുന്നതിനാണ് അക്രോണിം എന്ന് പറയുന്നത്. നാസ ഇതൊരു അക്രോണിമാണ്. നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. കണ്ടില്ലേ, NASA, നാസ. പക്ഷെ നാസ സ്ലാങ് അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അക്രോണിമിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ലിറ്റിൽ തുടങ്ങി ഗോട്ടിലെത്തി. അതായത് ഇന്ന് നമ്മൾ 12 സ്ലാങ് വേർഡ്സ് കണ്ടു. ഈ സ്ലാങ് വേർഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്നുള്ള അർത്ഥം ആകണമെന്നില്ല 10 വർഷം കഴിയുമോ അതിന്റെ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം അതിന് മറ്റർത്ഥം ഉണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ കേൾക്കുന്നത് നമ്മളെ പറ്റി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ ഒരു നേറ്റീവ് സ്പീക്കർ നമ്മളോട് സംസാരിക്കുമ്പം അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടല്ലോ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേയിൽ കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. See you again and please stay safe.